നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന് 2 കൊമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുക്കന്മാർ പറയുന്ന വഴിയിലൂടെ നമ്മൾ അത് പാലിച്ച് ശീലിച്ച് ജീവിച്ചാൽ ഏതൊരാൾക്കും സമാധിയിലെത്താം. എന്ന് ഗുരുവായോ അന്ന് ഗുരു തന്നെയാണ് എഴുതി ചേർത്തത് ശ്രീനാരായണ ഗുരു എന്ന്. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന് 2 കൊമ്പൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ജീവിതം നയിച്ച ഒരു ഗുരുവായിരുന്നു, ഇല്ലേ? മനുഷ്യരൂപത്തിൽ ജനിച്ച് സ്വയം ആർജിച്ചെടുത്തതാണ്. അല്ലാതെ ഗുരുദേവൻ ജനിക്കുമ്പോഴേ 4 കൈയും കൊമ്പും ഇങ്ങനെ സുദർശന ചക്രമൊന്നും ആയിട്ട് വന്ന പ്രത്യേകിച്ച് ദൈവമൊന്നും ആർന്നില്ല. ഗുരുദേവൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ നമുക്ക് യാത്ര ചെയ്ത് മനസ്സിലാക്കാം. ഒരു കുട്ടിയായി ജനിച്ചു, വിദ്യാഭ്യാസത്തിലൂടെ തന്നെ വളർന്നു. 7 വർഷത്തോളം പിള്ളത്തുള ഗുഹയിൽ പോയിരുന്ന് തപസ്സിലൂടെ നേടിയെടുത്ത തപശക്തി കൊണ്ടാണ് താഴെ ഇറങ്ങി വന്ന് ഒരു ദൈവ തുല്യമായി മനുഷ്യർക്കിടയിൽ ഒരു ആത്മീയ മഹാഗുരുവായി ജീവിച്ച് സമാധിയായത്. ഇത് നമുക്ക് കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു വ്യക്തിക്കും സാധ്യമാവുന്നൊരു കാര്യമാണെന്നുള്ളത്. ഞാൻ ഇത്രയും സ്പഷ്ടമായിട്ട് പറയാൻ കാരണം എനിക്ക് അത്രമാത്രം ഗുരുവിനെ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. ഗുരു ജീവിച്ച വഴിയിലൂടെ ആ കൃതികൾ വായിച്ച് നടന്നിട്ട് കാര്യമില്ല. ഗുരു ജീവിച്ച വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കണം. ഒരു ഗുരു അല്ല, ഗുരുക്കന്മാർ പറയുന്ന വഴിയിലൂടെ നമ്മൾ അത് പാലിച്ച് ശീലിച്ച് ജീവിച്ചാൽ ഏതൊരാൾക്കും സമാധിയിലെത്താം. സമാധിയിലെത്തണമെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിലേക്ക് താക്കോലെടുത്ത് കൊടുത്താൽ അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് വാഹനം ഓടിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെയാണ് സമാധിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ധ്യാനമാർഗം പരിശീലിക്കണം. ധ്യാനത്തിലൂടെ മാത്രമേ സമാധിയിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. 1 ദിവസമോ 2 ദിവസമോ അല്ല അതിനു വേണ്ടി പ്രയത്നിച്ചത്. 7 വർഷത്തോളം ദിനരാത്രങ്ങൾ ഒരു ഗുഹയിലിരുന്ന് ഒരു സാധാരണ ജനിച്ച ഒരു വ്യക്തി അവിടെ പോയിരുന്ന് ധ്യാനത്തിലൂടെ ആർജിച്ചെടുത്ത കഴിവാണ് ശ്രീനാരായണ ഗുരുദേവനായിട്ട് മാറിയത്. ഗുരുദേവൻ തന്നെ സ്വയം എഴുതുക ചെയ്ത് ശ്രീനാരായണ ഗുരു എന്ന് ഗുരുവായോ അന്ന് ഗുരു തന്നെയാണ് എഴുതി ചേർത്തത് ശ്രീനാരായണ ഗുരു എന്ന്. അപ്പോൾ ഒരാളൊരു ഗുരു ആവുന്നത് എപ്പോഴാണെന്നുള്ളത് ആ വ്യക്തിക്ക് തന്നെ ബോധ്യമുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തി ഗുരു ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണോ ഗുരുവാണോ അതെല്ലാത്തിനുമുള്ള ഉത്തരം ആ വ്യക്തിയിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ സമാധിയിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് സമാധിയിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ സാധ്യതകളേ ഇല്ല. നമ്മൾ സ്വയം ആർജിച്ചെടുക്കാൻ തയ്യാറുണ്ടോ? ഭൗതിക ജീവിതത്തിലെ ചില വസ്തുക്കളെല്ലാം നമ്മൾ അതിനു വേണ്ടി നിരൂപാധികം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. എന്താണ്? സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കണം. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതുപോലെ മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യാൻ പഠിക്കണം. അതായത് ഒരു പുഷ്പം പറിച്ച് ആ ചെടിയെ വേദനിപ്പിച്ചല്ല നമ്മൾ പൂജിക്കേണ്ടത്. ആ പുഷ്പത്തെ ആ ചെടിയിൽ നിൽക്കുമ്പോഴാണ് ആ ചെടിക്ക് പോലും ഇഷ്ടമുള്ളത്, അതിന് പോലും സന്തോഷം വരണത്. അതിനെ നമ്മൾ പറിച്ചെടുക്കുന്നതോടെ അതിൻ്റെ ജീവൻ തീർന്നു. അത് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ അർപ്പിച്ചാൽ ദൈവത്തിന് ഒരിക്കലും സന്തോഷമല്ല ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ദ്രവ്യങ്ങളും സമത്തുക്കളും കൊണ്ട് കൊടുത്തല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം ഇതിൻ്റെ ബാല്യപാഠമാണ്. അങ്ങനെ നമ്മൾ ഉയർന്ന് നമുക്കൊന്നുമില്ലാതെ മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്ത് ധ്യാനത്തിൽ നമുക്കിരിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സമാധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന് ഒത്തിരി കാലമൊന്നും വേണ്ട. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആത്മീയതയുടെ ഏറ്റവും ഡെപ്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഡെപ്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ പ്രപഞ്ചം തനിയെ സമാധിയിലേക്ക് നയിക്കും.